മുത്തുനബി പറഞ്ഞു, സഹാബാ, ഞാൻ ഉളുവെടുക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉളുവെടുത്താൽ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ, ഉളുവെടുക്കുന്ന സമയത്ത് കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്ത പാപം, കണ്ണ് കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട പാപം, മുഖം കഴുകുമ്പോ വാ കഴുകുമ്പോ കാല് കഴുകുമ്പോ അല്ലാഹുവേ, ഉളുവെടുക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുകയാ. ഉളുവെടുക്കുന്നതിന്റെ പ്രതിഫലമാമോര്, ഉളുവെടുക്കുന്നതിന്റെ പ്രതിഫലമാമോര്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി പറയുകയാ, ഒന്നുവോടുകൂടി വേണം കിടന്നുറങ്ങാൻ, ഉറങ്ങുമ്പോഴും ഒന്നുവെടുക്കണം ചെറുപ്പക്കാരാ. മുത്തുനബി അവിടെ നിന്ന് പറയുകയാ, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിലു സഅതൻ മിനൽ ലൈൽ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്നുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ, നീ ഒന്നുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒരു മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുകയാ. നിന്റെ തലയുടെ ഭാഗത്ത് നീ ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിന്നിട്ട് അല്ലാഹുമ്മ ഗഫിർ അല്ലാഹുമ്മ ഗഫിർ ലിഅബ്ദിക ഫുലാൻ. അല്ലാഹുവേ, ദിക്ർ പറയുന്ന നാവ് കൊണ്ട് ഒരു മലക്ക് ഉറങ്ങുന്ന നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ദുആ ചെയ്യുന്നു, നാഥാ, ഈ മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരാ, ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ സുബഹി വരെ ദുആ ചെയ്യുമട. നീ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് നിന്റെ പാപം പൊറുക്കാ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ, ഉളുവോടുകൂടി മരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് തോന്നുന്നുണ്ടോ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഉളുവെടുത്തു കൊടുക്കാ പറയുന്നത് വെറുതെയല്ല. ഉളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. വിഐപിയുടെ മരണമാണ്. ഒന്നുകൂടി മരിച്ച മോനെ, നിന്റെ റൂഹ് പിടിക്കുമ്പോ അസ്റായിൽ മാത്രമല്ല, റൂഹ് പിടിക്കുന്ന സമയത്ത് അസ്റായിലും തന്റെ കൂടെ വരുന്ന മലക്കുകളും മാത്രമല്ല, മോനെ, നിന്റെ കണ്ണുകൊണ്ട് ഒരാളെ കൂടെ കാണുമെന്നല്ലയാ പറഞ്ഞത്. ഫകശഫിനാ അൻക ഇതാഅക ഫബസറുകൽ യൗമ ഹദീദ്. കാണുമെന്നല്ലയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉളുവോടുകൂടി മരിച്ചാൽ അവന്റെ റൂഹ് പിടിക്കുമ്പോ ജിബ്രീൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ട് മരിക്കാമോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹിയുമായി കടന്നു വന്ന ആ മലക്കിനെ കൂടെ കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമാ. അതുകൊണ്ട് സഹോദരാ, നാളെ പടച്ചറബിന്റെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? ഉളുവെടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖം ഇങ്ങനെ പ്രകാശിക്കുകയാണ്. മുഖം പ്രകാശിക്കുന്നവനായ രീതിയില് നാളെ അവൻ അള്ളാന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, മലക്കുകളുടെ കൂട്ടുകാരാ, മലക്കുകളുടെ സാമീപ്യം നിനക്ക് വേണോ? മലക്കുകളുടെ കയ്യിൽ പിടിച്ച് നടക്കണോ? മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ പോകണോ? രണ്ട്, നീ നിത്യമായി ഉളുവെടുക്കണേ, എപ്പോഴും ഉളുവോടുകൂടി നടക്കണേ. നിനക്ക് അല്ലാഹു അതിലുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 നിർത്താറായോ? ബാജി നോക്കുന്നത് കൊണ്ടാ. നിർത്താറായോ? 11:30 ആയില്ലേ ഉള്ളൂ. ഞാൻ എത്ര മണിക്ക് നിർത്താന്നാ പറഞ്ഞേ?
എത്ര മണിക്കാ? 12 മണിക്ക് എത്താന്നല്ലേ പറഞ്ഞേ? ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ്. പറയണോ നിർത്തണോ? ഇതിപ്പോ പറയണോ നിർത്തണോ? പറയണോ നിർത്തണോ? പറയണോന്നുള്ളൊരു കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണണം കേട്ടോ. ഈ പൊക്കുന്നത് അപ്പോഴും കാണണം. അവിടെ സംഘാടകർക്ക് ബേജാറാ ആൾക്കാർ പൊഴിയുമ്പോ. കാരണം എന്താ? അള്ളാഹു ഏതോ പോന്നു ഉസ്താദേന്ന്. എന്റെ പൊന്നി ചങ്ങാതിമാരെ, അള്ളാഹുവിനറിയാം കൊടുക്കാൻ. പോന്നവൻ പോട്ടെ, ഓനിരുന്നിട്ട് എന്ത് കാര്യം? ഓനിരുന്ന വല്ലതും തരുമോ? സംഘാടകർക്ക് ബേജാറ്. ഓരോ ആള് എഴുന്നേറ്റ് പോകുമ്പോ എന്തോ അതുകൊണ്ട് 1 ലക്ഷം തരേണ്ടവനാ പോണ്ടത്, 50,000 പോട്ടെ ചങ്ങാതി. അള്ളാന്റെ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് കള്ളുകൂടിയന്റെയും പലിശക്കാരന്റെ പൈസ ഒന്നും വേണ്ട. അതിന് അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുണ്ടാകും. അത് തന്നെ അള്ളാഹു നല്ല ഫുഡേ ഈ മക്കൾക്ക് കൊടുക്കത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിനക്ക് ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നീ വിചാരിച്ചാൽ മതി നിന്റെ ഗതികേട്. നിനക്ക് യോഗം ഇല്ലാതെ കരുതിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 3 ഒന്നുകൂടെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ പിരിയാം ഇൻഷാ അല്ലാഹ്. 3 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. മുത്തുനബി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ, എന്തേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, റഅയ്തു ഫിൽ ജന്നത്തി ബാരിഹ വസമിഅ സൗത ഖാരിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, ഞാൻ സ്വർഗ്ഗം കണ്ടു, ഞാൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗം കണ്ടു. ഞാൻ സ്വർഗ്ഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നൊരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാ. ആ ചെറുപ്പക്കാരൻ മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതുമ്പോ അതാ പറവകൾ പോലും മൃഗങ്ങൾ പോലും ആ ശബ്ദം കേട്ടിട്ട് അടുത്ത് വന്നിരുന്ന് ഖുർആൻ കേൾക്കുകയാ. സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്തൊരു ചെറുപ്പക്കാരന് ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു പോയി, ആരാ ഈ സ്വർഗ്ഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരൻ? ആരാ? യാ റസൂലല്ലാഹ്, അത് ഹാരിസ് ബിൻ നുഅ്മാൻ, അങ്ങയുടെ അനുചരനുണ്ടല്ലോ, അങ്ങയുടെ സ്വഹാബിയുണ്ടല്ലോ, അത് ഹാരിസ് ബിൻ നുഅ്മാനാണ് നബിയേ. റസൂലുള്ളാഹി ചോദിച്ചു പോയി, ജിബ്രീലേ, എന്റെ ഹാരിസാനെ നിനക്കെങ്ങനെ അറിയാ? എന്റെ ഹാരിസാനെ നിനക്കെങ്ങനെ അറിയാ? ജിബ്രീൽ എന്ന മാലാഖ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് മാത്രമല്ല നബിയേ, ഹാരിസയെ അറിയാത്ത മലക്കുകളില്ല, ഹാരിസാനെ അറിയാത്ത മലക്കുകളില്ല. കാരണം ഹാരിസയാരാ? ഇന്നഹു മിൻ ഇഅ്തിസാബിഅ അല്ലദീ യതകഫനല്ലാഹു ബിഅർസാഖിനാ. ആരാ ഹാരിസയാരെന്നറിയോ? ഹാരിസാനെ അറിയാത്ത മലക്കുകളില്ല നബിയേ, ഹാരിസാനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ആരാ ഹാരിസയാരാ? അല്ലാഹു സ്വർഗ്ഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന സ്വഹാബിയാണ് ഹാരിസ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു ചെറുപ്പക്കാരൻ. ആര്? മഹാനായ ഹാരിസ് ബിൻ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി ചോദിച്ചു, എന്റെ ഹാരിസയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മലക്കുകൾക്ക് എല്ലാവർക്കും അറിയാം നബിയെ. കാരണം അല്ലാഹു സ്വർഗ്ഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന സഹാബിയാണ് ഹാരിസ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ അല്ലാഹു ഭക്ഷണം തരുമ്പോ വാങ്ങിക്കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്, എന്നാ ആത്മാർത്ഥത ഇല്ലേ? എന്താ തരുന്ന ഭക്ഷണം? സ്വർഗ്ഗത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം എന്താ? സ്വർഗ്ഗത്തിൽ അല്ലാഹു ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം അത് മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ മീനിന്റെ കരൾ നിങ്ങൾ ആരും തിന്നില്ലേ? എന്താ മട്ടന്റെ മാത്രം തിന്നത്തല്ല? അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ തരുന്ന
ആദ്യത്തെ ഭക്ഷണം മീനിന്റെ കരള്. ഇവിടെ മീനിന്റെ കരളൊന്നും കഴിക്കൂലേ അപ്പൊ? മീനിന്റെ കരള് അള്ളാഹു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്ത് സ്വന്തമായിട്ട് വീട് കെട്ടിയിട്ടിരുന്നു ഖുർആൻ ഓത ഒരു സഹാബി. ഈ സഹാബിക്ക് സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണവും കൊടുക്കും. എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീബി ചോദിച്ചു, നബിയെ ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? മുത്തുനബി പറഞ്ഞു, വാപ്പയും ഉമ്മയും സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത. ആയിഷ ബീബി വിട്ടില്ല, ചോദിച്ചു, നബിയെ എല്ലാരും വാപ്പായും ഉമ്മായും സ്നേഹിക്കുന്നുണ്ടല്ലോ, ഈ സഹാബിക്ക് മാത്രം? ഞാനും എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്. ലോകത്ത് എല്ലാവരും അധികം പേരും തന്റെ മാതാപിതാക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു സഹാബിക്ക് മാത്രം അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താ? മുത്തുനബി പറഞ്ഞു, ആ സഹാബിക്ക് 3 ഗുണങ്ങളുണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സഹാബിക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, പക്ഷേ 3 നല്ല ഗുണം ആ മോനുണ്ടായിരുന്നു. നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ 3 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച നാളെ പടച്ച റബ്ബിന്റെ ഇന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശ്രമിച്ചൂടെ? വാപ്പയോ ഉമ്മയോ ജീവനോടെ ഉള്ള ആരെങ്കിലും കൈവക്കിക്കും? മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുള്ളവർ ഒന്ന് കൈവക്കും. മനുഷ്യ, നിന്റെ ഉമ്മായ വാപ്പ അധികം പേരും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്നിത് പറഞ്ഞാൽ പ്രയോജനമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ടല്ലോ നബിയേ, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, സ്വർഗ്ഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗ്ഗത്തിലെ ഭക്ഷണവും അള്ളാഹു തരുമല്ലോ നബിയേ. അതിന്റെ കാരണമെന്താ? മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള എന്റെ പ്രിയപ്പെട്ട മക്കളെ കേൾക്കടാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരിമ്പാറയിൽ എഴുതി വെക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിലേക്ക് എഴുതി വെച്ചോ. ഈ സഹാബിക്ക് 3 ഗുണമുണ്ടായിരുന്നു. ഒന്നാമത്തെ ഗുണമെന്താ? ആയിഷ കാന യുത്ഇമുഹാ ബിയദിഹി. ആ സ്വഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വാപ്പയുണ്ട്, നമുക്ക് ഉമ്മയുണ്ട്, നമ്മുടെ മാതാപിതാക്കള് നമുക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാരി കുടിക്കാ. ഉമ്മ കുഴച്ചു തരുന്ന ഭക്ഷണം, അല്ലാഹുവേ, ഉമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം, ഉമ്മ വായിലേക്ക് വെച്ച് തരുന്ന ഭക്ഷണം കൊതിക്കാത്ത മക്കളില്ല. അല്ലാഹുവേ, ഈ പ്രായത്തിലും തിന്നാൻ കിട്ടിയാൽ തന്റെ ഉമ്മ ഭക്ഷണം വാരി തരുന്നത്, ഒരിക്കലെങ്കിലും എന്റെ ഉമ്മ എനിക്കൊന്ന് ഭക്ഷണം വാരി തന്നിരുന്നെങ്കിൽ അല്ലാഹുവേ എത്രയോ നല്ലതായിരുന്നു. ആഗ്രഹിക്കാത്ത മക്കളില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ സഹോദരാ, ജീവിതത്തിൽ ഇന്ന് വരെ നീ നിന്റെ ഉമ്മയ്ക്ക് നിന്റെ കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്തിട്ടുണ്ടോ? ഈ സദസ്സിലിരിക്കുന്ന മക്കളോട് ചോദിക്കുകയാ, ജീവിതത്തിൽ ഇന്നത്തെ ഈ രാത്രി വരെ എന്നെങ്കിലും ഒരു ദിവസം ഉമ്മ എനിക്ക് നിങ്ങൾ ഒരുപാട് ഭക്ഷണം അരുത്തുന്നതല്ലേ, എനിക്കൊരാഗ്രഹമുണ്ടുമ്മ, എന്റെ കൈ കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊന്ന് ഭക്ഷണം വാരിത്തരാൻ വാരി കൊടുത്തിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഇത് കേട്ടപ്പോ ഈ സഹാബിയുടെ ചരിത്രം വായിച്ചപ്പോ രോഗം പിടിച്ച് കിടക്കുന്ന എന്നെ കാണാമെന്ന് എന്റെ ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്നിട്ട് ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാ, എനിക്ക്
ഒരാഗ്രഹമുണ്ടുമ്മ, എന്തേ മോനെ എനിക്ക് നിങ്ങൾക്ക് ഒരുള്ള ഭക്ഷണം വാരിത്തരാൻ എനിക്കൊന്ന് അവസരം തരുമോ? ഒന്ന് പോയി ചോദിക്ക് ചെറുപ്പക്കാരാ, ഒന്ന് പോയി ചോദിക്ക് ചെറുപ്പക്കാരാ. രോഗം പിടിച്ചിട്ട് വീടിന്റെ മൂലയിൽ ഉമ്മയ്ക്ക് ഡബിൾ കോട്ട് കട്ടിലില്ല, ഉമ്മാന് AC ഇല്ല, ഉമ്മയ്ക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കളർ ലൈറ്റുകളില്ല. വീടിന്റെ ഒരു മൂലയിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് നിന്നിട്ട് ഒന്ന് ചോദിക്കണം, ഉമ്മ എന്റെ കൈ കൊണ്ട് ഞാൻ ഇത്തിരി ഭക്ഷണം പാലിത്തരട്ടെ. ചോദിക്കുമ്പോ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കണം, ചോദിക്കുമ്പോ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കണം. കണ്ണ് നിറയും ചെറുപ്പക്കാരാ. സന്തോഷം കൊണ്ട് പടച്ചവനെ, എന്റെ പൊന്നുമോനെന്നെ മറന്നില്ലല്ലോ. ഒരിക്കലെങ്കിലും നിന്റെ കൈ കൊണ്ട് നിന്റെ ഉപ്പയ്ക്കൊന്ന് ഭക്ഷണം വാരിക്കൊടുക്കണം. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന പല ഉപ്പമാരുടെയും കണ്ണ് നിറയുന്നുണ്ട്. സിറാജ് ഉസ്താദേ, എന്റെ ഉമ്മാന് വാരിക്കൊടുക്കാൻ എനിക്ക് കൊതിയുണ്ട്, എന്റെ വാപ്പയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കാൻ എനിക്ക് കൊതിയുണ്ട്. പക്ഷേ രണ്ടുപേരും പള്ളിക്കാട്ടിലല്ലേ, രണ്ടുപേരും കബറിന്റെ അകത്തല്ലേ. വാപ്പാ, നിന്റെ കണ്ണ് നിറഞ്ഞാ മതി. ഈ സദസ്സിലിരുന്നിട്ട് നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു നേരം പോലെ എന്റെ കൈ കൊണ്ട് വാരിക്കൊടുക്കാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നില്ലല്ലോ. അതിനു മുമ്പേ അവരങ്ങ് മരിച്ചു പോയല്ലോ. നിന്റെ മനസ്സൊന്നു നൊന്താൽ, നിന്റെ കണ്ണൊന്നു നിറഞ്ഞ, പള്ളിക്കാട്ടിൽ കിടന്നിട്ട് ദുആ ചെയ്യും വാപ്പാ. പള്ളിക്കാട്ടിൽ കിടന്നിട്ട് നിന്നെ പോലെ ഒരു മകനെ കിട്ടിയതോർത്തിട്ട് നിന്റെ വാപ്പയും ഉമ്മയും സന്തോഷിക്കുകയാ. ആയിഷ, എന്റെ ഹാരിസയ്ക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനാണ് ഹാരിസ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വന്തം വാപ്പയ്ക്കും ഉമ്മയ്ക്കും നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കുക. സ്വന്തം ഉമ്മാനും വാപ്പാനും നമ്മുടെ കൈ കൊണ്ട് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? കോരി കൊടുത്താൽ, വാരി കൊടുത്താൽ നാളെ റബ്ബിന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഭക്ഷണം വാങ്ങിക്കഴിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. ജീവിതത്തിൽ മരിക്കണതിന് മുമ്പ് ഒരിക്കലെങ്കിലും, ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മാതാപിതാക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉറക്കപ്പറ ഇൻഷാ അല്ലാഹ്. നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയ്ക്ക് ഒരുരുള്ള ഭക്ഷണം വാരി കൊടുക്കാനാ ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉറക്ക ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പെടുന്നു പറയുന്നു, ആ സ്വഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്താ? അല്ലാഹുവേ, സ്വർഗത്തിലൊരു കൊട്ടാരം, സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീട്, സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീട്, അതും സ്വർഗത്തിന്റെ മധ്യഭാഗത്ത്, ആരും കൊതിക്കുന്ന ഭാഗത്ത് അല്ലാഹു കൊടുക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്താ? വലം യസ്തൈഖിൽ, അവിടെന്ന് പറയുകയാണ്, മുത്തുനബി പറയുന്നു, വലം യസ്തഫിഹിം ബിഹാ കലാമൻ ഖത്തു. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? മദ്രസയിലെ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഉമ്മയുടെ മുന്നിലൂടെ നടക്കല്ലേ, വാപ്പാനെ ബഹുമാനിക്കരുത്, മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. അല്ലാഹുവേ, ഈ സഹാബിക്ക് ഇത് കിട്ടാറുള്ള രണ്ടാമത്തെ കാരണം തന്റെ മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഉമ്മാന്റെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകരാ. പടച്ചവനെ ചിന്തിച്ചു നോക്ക്. ഉമ്മയോടെ കയർക്കുന്ന മക്കള്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കള്, ഉപ്പാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കള്. അല്ലാഹുവേ, പടച്ചവനെ നമുക്ക് അല്ലാഹുവാ പ്രതിഫലം തരുമോ? മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുടെ കാലവാ. എടാ, നിനക്ക് എവിടെയാണ് ജോലി കിട്ടിയത്? എങ്ങനെയാ ജോലി കിട്ടിയത്? എങ്ങനെയാ പണമുണ്ടായത്?
എങ്ങനെയാ നല്ല പെണ്ണിനെ കിട്ടിയത്? എങ്ങനെയാ കൊട്ടാരം പോലെയുള്ള വീട് കിട്ടിയത്? നിന്റെ കഴിവ് കൊണ്ടാണോടാ? പാവപ്പെട്ട നിന്റെ ഉമ്മയും ബാപ്പയും സുജൂദിൽ കിടന്ന് ദുആ ചെയ്തിട്ടാ കിട്ടിയത്. പക്ഷേ ഇതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഇന്ന് നിനക്ക് പണമായി, സൗന്ദര്യമുള്ള ഭാര്യയായി, പണക്കാരന്റെ മകളെ കിട്ടി, കൊട്ടാരം പോലെയുള്ള വീട് പണിത്, വീടിന്റെ മുന്നിൽ കാറായി, മുന്നിലും പുറകിലും ആളായി, വീടിന്റെ അകത്ത് AC റൂമായി. ആ സമയത്ത് പെറ്റതള്ളയോട് പറയുന്നത് എന്തെന്നറിയോ? ഇന്ന് പല മക്കളും തന്റെ മാതാപിതാക്കളോട് പറയുന്ന വാക്കെന്തെന്നറിയോ? എന്തെങ്കിലും കഴിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്നു കൊള്ളണം. ഭീഷണിപ്പെടുത്തുകയാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് രണ്ടുപേരും മിണ്ടാതിരുന്നു കൊള്ളണം. മുത്തുനബി പറയുന്നു, സ്വഹാബാ, മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്നത് കണ്ടാൽ ലോക അവസാനത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പണ്ട് മാതാപിതാക്കളെ മക്കളോട് പറയുമായിരുന്നു, മക്കള് മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന കാലവാ. മോനെ, വളർന്നു പോയോടാ, നിന്റെ ഉമ്മാനെ നന്നാക്കാ, നിന്റെ ഉമ്മാനെ പൊന്നുമോനെ നിലയ്ക്ക് നിർത്താ. നിന്റെ ഉമ്മാനോട് നീ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാൻ നീ വളർന്നു പോയോ? വാപ്പയെക്കാല് വളർന്നു പോയോ? ഉമ്മയെക്കാല് വളർന്നു പോയോ? മോനെ, അല്ലാഹുവേ, അവിടുന്ന് മഹാനവറുകൾ പറയുകയാണ്, എന്തേ എന്ന് പോലും ചോദിക്കരുതെന്ന. മാതാപിതാക്കളോട് എന്തെങ്കിലും പറയുമ്പോ എന്തേ എന്ന് പോലും ചോദിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്ന് പറയുന്ന വാക്കുപോലും പറയില്ലേ, ചെയ്യുന്ന വാക്കുപോലും പറയില്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഈ പ്രതിഫലം തരണമെങ്കിൽ രണ്ടാമത്തെ കാര്യമെന്താ? മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കല്ലേ, ശബ്ദമുയർത്തി സംസാരിക്കല്ലേ. നിങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു വില്ലയുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തില് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുകയാ. ഒരു മനുഷ്യനും ശല്യം ചെയ്യൂല, ഒരു മനുഷ്യന്റെ ശല്യവുമില്ല. പടച്ചവനെ, മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുന്നത് എന്തിനെന്നറിയോ? 25 കൊല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. നബിയുടെ കൂടെ 25 കൊല്ലം ഒരു പെണ്ണ് ജീവിച്ചു, ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഹത്താ കാന യസ്അലു മൻ ഇൻദഹാ بعد أن يخرج ماذا قالت أمي. തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നു, ഉമ്മായും പാപ്പയും രോഗം പിടിച്ച് കിടക്കുകയാണ്, കാണാൻ പലരും വരുമല്ലോ, കൂട്ടുകാര് വരുമല്ലോ, അയൽവാസികൾ വരുമല്ലോ, കുടുംബക്കാര് വരുമല്ലോ. ആരെങ്കിലും വീട്ടിൽ വന്ന് തന്റെ ഉമ്മാനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ ഹാരിസ് റളിയല്ലാഹു തആല ഓടുകയാണ്, ഉമ്മ കാണാതെ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് ആ പോകുന്ന മനുഷ്യരുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ? എന്റെ ഉമ്മയ്ക്ക് ഈ വീടിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടോ? ചീത്ത വിളിക്കാനല്ല, ഉമ്മാനെ ഭീഷണിപ്പെടുത്താനല്ല, എനിക്കതൊന്ന് ചെയ്തു കൊടുക്കാരാ, എന്റെ ഉമ്മയുടെ ആഗ്രഹമൊന്ന് സാധിച്ചു കൊടുക്കാരാ. പടച്ചവരെ, ഉമ്മ നമ്മളോട് പറയാറില്ല, പല മാതാപിതാക്കളും നമ്മളോട് പറയാറില്ല. പക്ഷേ വീട്ടിൽ കാണാൻ വരുന്ന കൂട്ടുകാരോട് ഉമ്മ
ഉമ്മതന്റെ കുറവുകൾ പറഞ്ഞു കൊടുക്കും. ഈ സഹാബി ചോദിച്ചറിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പ്രതിഫലം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവേ, സ്വർഗത്തിലെ ഭക്ഷണം വേണോ? അല്ലാഹുവേ, പടച്ച റബ്ബ് സ്വർഗത്തിലെ ഭക്ഷണം തരണോ? സ്വർഗത്തിലൊരു കൊട്ടാരം വേണോ? ഉമ്മാന് ഭക്ഷണം വാരിക്കൊടുക്കുമോനെ. ഉമ്മായുടെയും ബാപ്പായുടെയും മുന്നിൽ ശബ്ദമുയർത്തല്ലേ. അവരുടെ ആവശ്യം എന്താണെന്നറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമോനെ. മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താൻ നിനക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 3 നല്ല കാര്യം പഠിച്ചു. 1, ദുനിയാവിനോടുള്ള ആർത്തി കളയണം. 2, എപ്പോഴും മുതുവെടുക്കണം. 3, മാതാപിതാക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം, അവർക്ക് ഖിദ്മത്ത് ചെയ്യണം. ഈ 3 കാര്യം ജീവിതത്തിൽ ചെയ്ത മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പോവല്ലേ? ഇൻഷാ അല്ലാഹ് പൊക്കൂടെ. നിസാരമായ കാര്യമല്ലേ? നിസാരമായ കാര്യം ഒന്നുകൂടെ പറഞ്ഞു പിരിയാം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഒരു നല്ല കാര്യം കൂടെ ജീവിതത്തിൽ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മുത്തുനബി പറഞ്ഞു, സ്വർഗത്തിന് 8 കവാടം. സ്വർഗത്തിന് 8 കവാടം. ഈ 8 കവാടവും ഓരോ അമലുകൾ ചെയ്യുന്നവർക്കാണ്. ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ ഓരോ കൊട്ടാരമുണ്ടെന്ന, ഓരോ കവാടമുണ്ടെന്ന മുത്തുനബി പറഞ്ഞു. ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാര് നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ 8 കവാടവും തുറന്നിട്ടുകൊണ്ട് എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കും, നീ എന്നിലൂടെ കയറിപ്പോ, നീ എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു അടിമയുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആഗ്രഹണ്ട ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഗ്രഹമുള്ളവര് കൈവക്ക്. 8 കവാടത്തിലൂടെയും പോകണം. സ്വർഗത്തിൽ പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. ചിലപ്പോ ഇത് കാരണമായിരിക്കും നിനക്ക് സ്വർഗം കിട്ടുന്നത്. ചാകാൻ കടന്ന പട്ടിക്ക് വൃത്തികെട്ട ഒരു പെണ്ണ് വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചിലപ്പോ 8 കവാടത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടെ പോകാനുള്ള ആഗ്രഹം കൊണ്ട് കൈവക്കിയാലും മതി, അള്ളാഹു നൽകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്ത് ഓതിക്കൂടെ? അന്തപ്പോ ഒരു പിണക്ക് ഓതിക്കൂടെ? ബക്കറ ഒന്നുമല്ല, ഒരേ ഒരു സൂറത്ത്, 4 വരിയേ ഉള്ളൂ. ഓതിക്കൂടെ? ഉറക്കവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞ ശൈത്താൻ ഇറങ്ങി ഓടട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഅത്തത്തി യുദ്ധം നടക്കുന്ന മുഅത്തത്തി യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാണ്. മുഅത്തത്തി യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ സഹാബാക്കളെ മുഴുവനും തെരഞ്ഞെടുത്തു. ഓരോ സഹാബികളെ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് 3 സഹാബികളെ പിടിച്ചു മുന്നിൽ നിർത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബാക്കളിൽ 3 പേരെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒന്നാമത് യുദ്ധം നയിക്കേണ്ടത് നീയാണ്. നിനക്കെന്തെങ്കിലും പറ്റിയാൽ രണ്ടാമത്തെ സഹാബിയോട് പറഞ്ഞു, നീയാണ് നയിക്കേണ്ടത്. നിനക്കെന്തെങ്കിലും പറ്റിയാൽ 3-ാമത്തെ ആളോട് പറഞ്ഞു, നീ നയിക്കണം. നിനക്കെന്തെങ്കിലും പറ്റിയാൽ 3 പേരും മരിക്കുമെന്നാ മുത്തുനബി പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്ത സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, മുത്തുനബി യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്ത സന്തോഷത്തിൽ ഈ സഹാബി വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഭാര്യ ചോദിച്ച്, എന്തേ ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ കടന്നു വരുന്നു? നിങ്ങൾ ചിന്തിക്കണം. മുത്തുനബി പറഞ്ഞു, നിനക്കെന്തെങ്കിലും പറ്റിയാൽ അടുത്ത ആള് യുദ്ധം നയിക്കണം, അതിനർത്ഥം മരിക്കുമെന്നാണ്. ഈ സഹാബി വീട്ടിലേക്ക് ചിരിച്ചുകൊണ്ട് ചെന്നു. ഭാര്യ ചോദിച്ചു, എന്തേ പെണ്ണെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഅത്തത്തി യുദ്ധത്തിൽ എന്നെ അമീറായി തെരഞ്ഞെടുത്തു. ഭാര്യയോട് പറയാ, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുകയാ.
കെട്ടിപ്പിടിച്ചു, തന്റെ ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുകയാ, വിധിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. അള്ളാഹു എനിക്ക് ആയുസ് തന്നാൽ ഞാൻ തിരിച്ച് നിന്റെ മുന്നിലേക്ക് വരും, ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, മുഅത്തത്ത് യുദ്ധം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വരുന്ന ശത്രുക്കളോടാണ് തുച്ഛമായ സ്വഹാബികൾ യുദ്ധം ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാമത്തെ സ്വഹാബിയുടെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുന്നു. അവസാനം ആ സ്വഹാബിയുടെ അതാ വെട്ടുകൊണ്ട് തന്റെ കയ്യിലിരുന്ന കൊടി താഴേക്ക് വീണു. ഇസ്ലാമിന്റെ കൊടി താഴേക്ക് വീണപ്പോൾ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്ന് ആ കൊടിയെടുത്തു. അല്ലാഹുവേ പടച്ചവനെ, അവിടുന്ന് ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാഞ്ഞു കയറുമ്പോൾ അവിടുന്ന് കൈപ്പത്തി വെട്ടിമുറിച്ചു. തന്റെ കയ്യിലിരുന്ന കൊടി താഴെ വീണു. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഇടത് കൈകൊണ്ട് ആ കൊടി ഇങ്ങനെ എടുത്തു. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ശത്രുക്കളുടെ മുന്നിലേക്ക് കയറുമ്പോൾ തന്റെ ഇടത് കൈപ്പത്തിയും വെട്ടിമുറിച്ചു. തന്റെ കയ്യിലിരുന്ന കൊടി താഴേക്ക് വീഴുമ്പോൾ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു രണ്ട് മുറിഞ്ഞ കൈകൊണ്ട് ആ കൊടി ഇങ്ങനെ എടുത്ത് തന്റെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് വീണ്ടും പാട്ടുപാടിയിട്ട് യുദ്ധക്കളത്തിലേക്ക് കടന്നുപോയി. അത്ഭുതപ്പെട്ടുകൊണ്ട് ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികളോട് വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിന്റെ പരിമളം ഈ രണാങ്കണത്തിൽ നിന്ന് എനിക്ക് അടിച്ചു വീശുന്നു സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 96 വെട്ടുകൾ കൊണ്ടിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു ആ യുദ്ധക്കളത്തിൽ ഷഹീദായി. മുഅത്തത്ത് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ 94-96 വെട്ടുകൾ കൊണ്ടിട്ട് തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കപ്പെട്ട മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകനതാ മദീനത്ത് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹീദായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിന്റെ മുന്നിലിരിക്കുകയാണ്. മുത്തുനബി അവിടെന്ന് പറഞ്ഞു, സ്വഹാബ 30 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ജൗഫർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ ജൗഫർ ഷഹീദായി. സഹാബ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ടൊന്ന് അറിയിക്കുവോ, നിങ്ങളിൽ ആരാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഷഹീദാ എന്ന് നിങ്ങളിൽ ആരാ പറയാ തയ്യാറുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബാക്കൾ മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാണ്. മുത്തുനബി അവിടെന്ന് ചോദിച്ചു, എന്റെ ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോടും മക്കളോടും യുദ്ധക്കളത്തിൽ ഷഹീദായെന്ന് പറയാൻ ആർക്കാ കഴിയുക? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സഹാബത്ത് മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാ. റസൂലുള്ള ചോദിച്ചു, എന്തേ സഹാബ, എന്തേ സഹാബ? യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കാർക്കും ആ വീട്ടിൽ ചെന്ന് പറയാ ധൈര്യമില്ല നബിയേ. കാരണമെന്തെന്നറിയോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹു വയസ്സ് എത്രയാണെന്നറിയോ? 19 വയസ്സുള്ള പെണ്ണാണ്. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അസ്മാഇന്റെ വയസ്സ് 19 വയസ്സാണ്. അല്ലാഹുവേ, 3 മക്കളുണ്ട്. 3 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളാ. 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള 3 മക്കള്, 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി. ആ പെണ്ണിന്റെയും മക്കളുടെയും മുന്നിൽ പോയിട്ട് വാപ്പ മരിച്ചെന്ന് പറയാ, ഭർത്താവ് മരിച്ചെന്ന് പറയാ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ
എങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയി പറയാ സഹാബ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബാക്കളും ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാ. അള്ളാഹുവേ, ആ വീടിന്റെ അകത്ത് നടക്കുന്ന രംഗം എങ്ങനെയെന്നറിയോ? യുദ്ധത്തിന് പോയവർ തിരിച്ചു വരുമെന്നറിയുമ്പോ, യുദ്ധത്തിന് പോയവർ തിരിച്ചു വരുന്നു എന്നറിയുമ്പോ, പടച്ചവനെ, ജൗഫർ തങ്ങളുടെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹു 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെയും കുരിപ്പിച്ചിട്ട്, 3 മക്കളെയും കുളിപ്പിച്ചിട്ട് പുതുവസ്ത്രവും ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. 19 വയസ്സുകാരി ചപ്പാത്തി ഉണ്ടാക്കുന്ന ആർക്കെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാൻ. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണമുണ്ടാക്കി 3 മക്കളെയും കുളിപ്പിച്ച് ഒരുക്കിയിട്ട് പുതുവസ്ത്രവും ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത്. മുത്തുനബി ഇങ്ങനെ കടന്നു വരുമ്പോ, മുത്തുനബി നടന്നു വരുമ്പോ, അല്ലാഹുവേ, ജൗഫറിന്റെ 3 മക്കളും ഇറങ്ങി ഓടുകയാ. മുത്തുനബിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടിച്ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളും സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ 3 മക്കളെയും ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാ. എന്തിനാ പിടിച്ചതെന്നറിയോ? റസൂലുള്ളാഹിന്റെ പുറകിൽ എപ്പോഴും തന്റെ പിതാവുണ്ടാകും. മുത്തുനബി വീട്ടിലേക്ക് വരുമ്പോ മുത്തുനബിയുടെ തൊട്ട് പുറകില് ജൗഫർ റളിയല്ലാഹു തആല അൻഹു വരാറുണ്ട്. അതുകൊണ്ട് മൂത്ത മകൻ ഇങ്ങനെ നോക്കുകയാ, വാപ്പ പുറകിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകില് ഞങ്ങളുടെ വാപ്പയുണ്ടോ? 3 മക്കളും വാപ്പാനെ തെരയുമ്പോ റസൂലുള്ള കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാ. എങ്ങനെയാ പറയുക? ഈ 3 പിഞ്ചു മക്കളോട് നിങ്ങളുടെ വാപ്പ ഷഹീദായെന്ന് എങ്ങനെയാ പറയുക? അസ്മാ എന്ന 19 വയസ്സുകാരി നോക്കി നിൽക്കുകയാണ്. മുത്തുനബിയുടെ കണ്ണ് നിറയുന്നുണ്ട്, മുത്തുനബിയുടെ കണ്ണ് നിറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ജൗഫറിന്റെ മക്കളെ ചുംബിക്കു സഹാബാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ സഹാബികൾ മുഴുവനും ചുംബിക്കുകയാണ്. അസ്മായിന് കാര്യം മനസ്സിലായി. അസ്മാ റളിയല്ലാഹു തആല അൻഹുവിനെ കാര്യം മനസ്സിലായി, തന്റെ ജൗഫർ പോയെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ജൗഫർ ഷഹീദായ കാര്യം പറയുമ്പോ ആ 19 വയസ്സുള്ള പെണ്ണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ആ 19 വയസ്സുള്ള പെണ്ണ് മുത്തുനബിയോട് ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ് വഹുവ സായിമുൻ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരണപ്പെട്ടത്? ഒരു ഭാര്യ തന്റെ ഭർത്താവ് മരിച്ചെന്ന് പറയുമ്പോ 50 വയസ്സുള്ള പെണ്ണല്ല ചോദിച്ചത്, 19 വയസ്സുള്ള ഒരു പെണ്ണ് മുത്തുനബിയോട് ചോദിക്കുകയാ, നബിയേ, എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? അല്ല, നോമ്പ് മുറിച്ചിട്ടാണോ മരിച്ചത്? എന്തേ അസുമാ, എന്തേ അസുമാ? യാ റസൂലല്ലാഹ്, ഞങ്ങള് മണിയറയിൽ കിടക്കുമ്പോ ജൗഫറിന്റെ മടിയിൽ കിടന്നിട്ട് എപ്പോഴും പറയും, അസുമാ, എനിക്കൊരാഗ്രഹമുണ്ട് സുമാ, എനിക്കൊരഭിലാഷമുണ്ട് സുമാ. എന്തേ ജൗഫറ്, എന്തേ ജൗഫറ്? ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ആ ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ പറഞ്ഞതെന്തെന്നറിയുവോ? അസുമാ, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം അസുമാ, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. എന്നിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം അസുമാ.
തന്റെ ഭാര്യയോടൊപ്പഴും പറയുമായിരുന്നു, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അള്ളാന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം. ഇതെന്റെ അഭിലാഷമാ, ഇതെന്റെ ആഗ്രഹമാ. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ, എന്റെ ഭർത്താവ് നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ശരീരം മുഴുവനും വെട്ടിമുറിച്ച് രണാകടത്തിലെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് റബ്ബേ വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സഹാബാ, ഞാൻ നോമ്പുകാരനാ സഹാബാ, ഞാൻ നോമ്പുകാരനാ സഹാബാ. പടച്ചവനെ അവിടെ നിന്ന് നോമ്പുകാരനായിട്ടാണ് ഷഹീദ എന്ന് പറയുമ്പോ മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുവോ? റഅയ്തു ജൗഫറ, മോളെ അസ്മാ, നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ, നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ സ്വർഗത്തിലേക്ക് പറക്കുന്നത് ഞാൻ കണ്ടു. അസ്മാ, നിന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നത് ഞാൻ കണ്ടെന്ന് മുത്തുനബി അസ്മാ റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മലക്കുകളുടെ കൂടെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള നാലാമത്തെ വഴി എന്തെന്നറിയോ? മുടങ്ങാതെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന വാപ്പാ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ, സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്നവരുണ്ടല്ലോ. ഉമ്മമാരെ, ഉപ്പമാരെ, പെങ്ങന്മാരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമാ. അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ മറക്കല്ലേ, സുന്നത്ത് നോമ്പുകൾ മറക്കല്ലേ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് നീ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം മലക്കുകൾ നിന്റെ കൈ പിടിച്ചിട്ട് പടച്ച റബ്ബിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറയുന്നു, നാഥാ, ഇവനെന്റെ കൂട്ടുകാരനാണല്ലോ, ഇവനെന്റെ കൂട്ടുകാരനാണല്ലോ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ സ്വർഗത്തിൽ പോകുമെങ്കിലോ നീ മരിച്ചാൽ ആദ്യം കരയുന്നത് വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പിറപ്പല്ല, കൂട്ടുകാരല്ല. എന്റെ പ്രിയമുള്ളവരെ, ആദ്യം കരയുന്നത് ആരെന്നറിയോ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, നിന്റെ ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരായ മലക്കുകളുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു നല്ല മനുഷ്യൻ പോയല്ലോ അല്ലാ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. മലക്കുകളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, മലക്കുകൾ കരഞ്ഞുകൊണ്ട് നിനക്ക് ദുആ ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, കൂട്ടുകൂടേണ്ടത് അവരുടെ കൂടാ, കൂട്ടുകൂടേണ്ടത് അവരുടെ കൂടാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവരെ കളഞ്ഞിട്ട് പോകുന്നവരല്ല. അതുകൊണ്ട് ഞാൻ എന്റെ വഅദ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ കൂടെ കൂടാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. മലക്കുകളുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ നാഥാ. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാ.